Hi guys, this is your cinematic Mallu. So today we are going to talk about Ryan, which is ധനുഷിൻ്റെ 50ാമത്തെ പടം. ആൻഡ് റൈറ്റിങ്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് ഒക്കെ അദ്ദേഹം തന്നെയാണ്. സ്റ്റോറിയൊക്കെ മ്യൂസിക് AR റഹ്മാൻ, പിന്നെ എഡിറ്റർ പ്രസന്ന GK, സിനിമാറ്റോഗ്രാഫി ഓം പ്രകാശ്, കൊറിയോഗ്രഫി പ്രഭുദേവ, സ്റ്റണ്ട് പീറ്റർ ഹീൻ. അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി കാണാനുണ്ട് സിനിമയുടെ സ്റ്റൺസിലൊക്കെ നമ്മൾ പറയും. ആൻഡ് ധനുഷ്, അതോടൊപ്പം തന്നെ സന്ദീപ് കൃഷ്ണ, പിന്നെ കാളിദാസ് ജയറാം, അപർണ ബാലമുരളി, പ്രകാശ് രാജ്, വരലക്ഷ്മി, ശരത് കുമാർ, സെൽവരാഘവൻ, ദുഷറ വിജയൻ, ഇവരൊക്കെയാണ് അഭിനയിച്ചേക്കണേ. എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വൺ ടൈം വാച്ചബിൾ ഫോർ മീ, അത്രയാണ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് പടം എന്ന് പറയുന്നത് ടെക്നിക്കലി പൊളിയാണ്, ഒരു രക്ഷയില്ല. എന്താ പറയുക, മ്യൂസിക്കൽ സൈഡിലാണെങ്കിലും AR റഹ്മാൻ്റെ ആ ഒരു സംഭവം ഇറുക്ക്, AR റഹ്മാൻ്റെ ഒരു ഗത്ത് ഇറുക്ക്. അതിപ്പം എന്താ പറയുക, ധനുഷിൻ്റെ ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ, അതുപോലെ തന്നെ ധനുഷിൻ്റെ അനിയത്തിയുടെ ക്യാരക്ടർ അഭിനയിച്ച ദുഷറ വിജയൻ, അവർക്ക് കൊടുത്തേക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു ടെക്നിക്കലി ബാക്കി സ്റ്റണ്ടായാലും പീറ്റർ ഹെയിൻ്റെ ആ ഒരു സ്റ്റണ്ട് വർക്കൊക്കെ നന്നായിട്ട് പടത്തിൽ വന്നിട്ടുണ്ട്. ഒരു പോയിന്റിന് മാത്രമാണ് സ്റ്റണ്ട് എനിക്കൊരു എന്താ പറയുക ഒന്ന് താഴെ പോയോണം തോന്നിയുള്ളൂ. ബാക്കി റെസ്റ്റ് ഓഫ് ദ സ്റ്റൺസ് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലി എഡിറ്റിംഗ് ആണെങ്കിലും ഈ പറഞ്ഞോണം ഒരു പോയിന്റിൽ എഡിറ്റിംഗ് ഒന്ന് കൈവിട്ട് പോയോണം തോന്നിയത് ഒഴിച്ച് നിർത്തിയാൽ എന്താ പറയുക, എഡിറ്റിംഗ് ബാക്കി എല്ലായിടത്തും നന്നായിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലി പടം പൊളിയാണ്. അതുപോലെ തന്നെ പെർഫോമൻസുകളാണെങ്കിലും ധനുഷ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല, ഡയലോഗുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമുള്ളൂ ധനുഷിന്. പക്ഷേ ആ സൈലൻസിലൂടെ ധനുഷ് ഈ പടത്തിന് കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, പൊളിയാണിത്. അതുകൊണ്ട് തന്നെ ധനുഷിൻ്റെ അനിയത്തിയുടെ റോള് ചെയ്ത ദുഷറ വിജയൻ, അവരുടെ പെർഫോമൻസ് ആണെങ്കിലും ഈ മോനെ, അതായത് അത്ര നേരവും പ്രത്യേകിച്ച് ഒന്നും പെർഫോമൻസിൽ എടുത്ത് പറയാനില്ലാണ്ടിരുന്ന ഒരു ക്യാരക്ടറിൻ്റെ പിന്നെ അങ്ങോട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇൻ്റർവെല്ല് കഴിഞ്ഞുള്ളൊരു സീനിലൊക്കെ ആ ആക്ട്രസിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, പൊളി എന്ന് പറഞ്ഞ പൊളി, ഒന്നും പറയാനില്ല. തീ ഐറ്റം, ധനുഷിൻ്റെ ഒപ്പം പിടിക്കണ പെർഫോമൻസ്, തീ എന്ന് പറഞ്ഞ തീ ഐറ്റം. അതാണ് എന്താ പറയുക, ചിലവരുടെ പെർഫോമൻസ് എന്താ പറയുക, ദ പെർഫോമൻസ് ഓഫ് സം ആക്ടേഴ്സ്, വാട്ട് ഇമ്പാക്റ്റ് കെൻ ഇറ്റ് മേക്ക് ടു എൻ ഓർഡിനറി മൂവി. ഇത് കഥാപരമായി നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളൊരു ഗ്യാങ്സ്റ്റർ പടം തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഈ ചില പെർഫോമൻസുകൾ കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റാണ് പടത്തിന്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തേക്കുന്ന ഓരോ റെപ്രസെൻറ്റേഷൻസ്, ധനുഷിൻ്റെ ക്യാരക്ടറിനായാലും ധനുഷിൻ്റെ അനിയത്തിയുടെ ക്യാരക്ടറിനായാലും ഭയങ്കര ഇതാണ്, ഭയങ്കര ഡെപ്ത് ഉള്ളൊരു റെപ്രസെൻറ്റേഷനാണ് ആ രണ്ട് ക്യാരക്ടേഴ്സും. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു വില്ലനായിട്ട് എനിക്ക് തോന്നിയത് ഡ്യൂറേഷനാണ്. അതായത് ഒന്ന് ചുരുക്കാമായിരുന്നു, നല്ലോണം ഒന്ന് ഡ്യൂറേഷൻ ഒന്ന് ട്രിം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ പടത്തിൽ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ കഴിയും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളൊരു ഗ്യാങ്സ്റ്റർ കഥ തന്നെയാണ്, വലിയ ഒരു പുതുമയെ അവകാശപ്പെടാനില്ല കഥയിൽ. പിന്നെ ഈ പറഞ്ഞ ടെക്നിക്കൽ സംഭവങ്ങളും മ്യൂസിക്കും എന്താ പറയുക, ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസാണ് പടത്തിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിങ്ങനെ നിർത്തുന്നത്. പക്ഷെ എന്നാൽ പോലും ഡ്യൂറേഷൻ ഒരു പ്രശ്നം തന്നെയാണ് ഈ പടത്തിന്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ ആയി കഴിയുമ്പം ആ ഡ്യൂറേഷൻ്റെ ഒരു വലിച്ചിൽ നല്ലോണം ഫീൽ ചെയ്യാനുണ്ട്. ഇത് എന്താണ് അവസാനിക്കാത്തതെന്നുള്ളൊരു ഫീലിംഗ് ആണ് പിന്നെ ഉണ്ടായി തുടങ്ങുന്നത് ആസ് എ പ്രേക്ഷകൻ. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചു അങ്ങനെ. സോ ആസ് എ ഹോൾ കണ്ടിരിക്കാം, ഒരു വൺ ടൈം വാച്ചബിൾ. പ്രത്യേകിച്ച് എന്താ പറയുക, ധനുഷിൻ്റെയും ആ ഒരു ദുഷറ വിജയൻ അവരുടെയൊക്കെ ഒരു പെർഫോമൻസ് കൊണ്ടും ബാക്കി ടെക്നിക്കൽ സൈഡ് കൊണ്ടും ഡ്യൂറേഷൻ വില്ലനാണ്. ആൻഡ് ദാറ്റ്സ് മൈ ടേക്ക് ഓൺ റായൻ. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സിനിമാറ്റിക് മല്ലു സൈനിങ് ഓഫ്.